വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിന് എനിക്ക് വളരെ സന്തോഷം. സ്വർണത്തിൽ ഏതൊരു മാറ്റവുമില്ല. 14,150, 15,438, വെള്ളി 180 എന്ന് പറയുന്നു. നിങ്ങൾ അതിനെ വിശ്വസിക്കേണ്ട. ചെസ് മാർക്കറ്റിൽ 2,61,000 രൂപയാണ്. ഓവറോളായിട്ട് RBI തിരികെ ഡോളറിനെ വിറ്റ് 94 കൊണ്ടുവന്നിരിക്കുന്നു. ട്രെൻഡ് $100 ഇരിക്കുന്നു. നിഫ്റ്റി 167 പോയിന്റ് ഡൗൺ. ബാങ്ക് നിഫ്റ്റി 500 പോയിന്റ് ഡൗൺ. IT index 6% up, metal 0.7 down, FMCG 0.5 down, auto 0.3 down, pharma 0.1 down. എല്ലാം ഡൗൺ ആണ്. സ്റ്റോക്കിൽ നോക്കിയെങ്കിൽ വെറും ടൈറ്റൻ മാത്രം 6% അപ്പ്. നെറ്റ് പ്രോഫിറ്റ് 35% കയറിയ കാരണം നിയർലി 6.5% സ്റ്റോക്കിൻ്റെ വില ഏറിയിരിക്കുന്നു. ആണ് 4000 അടുത്ത് സ്റ്റോക്കിൻ്റെ വില ചെന്നിരിക്കുന്നു. നിയർലി 100 times ഏർണിങ്സും ഉണ്ട്. 15 രൂപ ഡിവിഡൻഡും കൊടുത്തിരിക്കുന്നു. വില 4000 കഴിഞ്ഞു പോകുന്നു. ഭയങ്കര സൂചിയാണ്. അടുത്തേ പോവേണ്ട, നിങ്ങൾക്കത് ഭയങ്കര പാടാണ്. അഡ്കോ 4% കയറി 652 വീക്ക് ഹൈ. ടെക് മഹേന്ദ്ര 1%, ബ്രിട്ടാനിയ 5% ഗാലി. അതിൻ്റെ ശേഷം ടാറ്റ കെമിക്കൽ 2.6% ഗാലി. തേജസ് നെറ്റ്വർക്ക് 20% കയറിയതിൻ്റെ ശേഷം 2% ഗാലി. സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1.8% ഗാലി. മുത്തൂറ്റ് ഫൈനാൻസ് 1.6, കരൂർ വൈശ്യ 1.4, ടാറ്റ പാസഞ്ചർ വെഹിക്കിൾ -1. ഫാർമ ഇന്ന് ഏതോ ഒരു പുതിയ മരുന്നിന് ലോഞ്ച് ചെയ്തിരിക്കുന്നു അമേരിക്കയിൽ. വളരെ നല്ലൊരു ഗ്രോത്ത് ആണ് അവർക്ക്. മാർച്ച് 10 തന്നെ അതിനാണ് അവർ അനൗൺസ് ചെയ്തായിരുന്നു. ഹൈലി വാല്യൂഡ് മെഡിസിനാണ് ഈ ക്യാൻസറിന് ട്രീറ്റ് ചെയ്യുന്നത്. ഒരുപാട് വിധമായുള്ള ക്യാൻസറിന് ഇതിനെ യൂസ് ചെയ്യാം. അമേരിക്കയിലാണ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വളരെ ഹിറ്റ് പ്രോഡക്റ്റ് ആയിട്ടിരിക്കും വിചാരിച്ചു. 52 വീക്ക് ഹൈയിൽ 3% കയറി. ഇത് ഒരു 52 വീക്ക് ഹൈയിലാണ് ഇരിക്കുന്നു. ഇവിടെ ട്രംപ് പീസ് എന്ന് പറയുന്നു. അവിടെ ഇറാനും അവരും ഓരോരുത്തർ മിസൈൽ കൊണ്ട് അടിവെക്കുന്നു. US ഇപ്പോൾ ഒരേ അടിതടി പ്രശ്നമാണ്. കോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ട്രംപ് പുതിയതായിട്ട് ടാരിഫും ഇതാണ്. 10% ടാരിഫും ഇല്ലീഗൽ. അത് വന്നിട്ട് പ്രസിഡൻഷ്യൽ പവറിനത് അത്രയും ഇല്ല. അൺഓത്തറൈസ്ഡ് കാശിന് തിരികെ ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ വിലവാശി കയറുമെന്ന് വിചാരിക്കുന്നു. ഏപ്രിൽ CPI 4% മുകളിൽ പോകുമെന്ന് എക്സ്പേർട്സ് പറയുന്നു. ചില ആൾക്കാർ 3.9 മുകളിൽ പോകുമെന്ന് പറയുന്നു. ബട്ട് ഓവറോളായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിന് അങ്ങനെ വച്ചിരിക്കുമെന്ന് പറയുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇന്ത്യൻ ഡോളർ വെളിയിൽ പോകും. റുപ്പി വീക്കനാവും. ട്രേഡ് ഓയിൽ എന്ന് പറയും. ഇതിൻ്റെ വില ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിലിൻ്റെ വിലയും കയറിയിരിക്കുന്നു. സോയാബീനിൻ്റെ വില ഏറിയിരിക്കുന്നു. ഓയിലിൻ്റെ വില ഏറിയിരിക്കുന്നു. ഈ കടുതിൽ നിന്ന് വരുന്ന എണ്ണ, സ്ട്രെഡ് ഓയിലും സ്റ്റിക്ക് ഓയിൽ യൂസേഴ്സും ഇത് ലോക്കൽ എഡിബിൾ ഓയിലിനെ കയറ്റുന്നു. ടാറ്റ മോട്ടോർ എന്ത് പറയുന്നു എന്നാൽ ഞങ്ങൾ ഇവാക്കോ ഇറക്ഷനെ കണ്ടിന്യൂ ചെയ്യുന്നു. Q3 ഫേസിൽ ക്ലോസ് ചെയ്യും. ടാറ്റ ഇവാക്യുവേഷൻ ഡിസ്പൈറ്റ് പുവർ ക്വാർട്ടർലി റിട്ടേൺസ് ഓൺ ഇവാക്കോ. ഇത് എന്ത് പറയുന്നു എന്ന് ഇത് ഇറങ്ങിയാൽ തന്നെ ഉപലി ഞങ്ങൾക്കൊരു പ്രസൻസ് കിട്ടുമെന്ന് പറയുന്നു. ടാറ്റ JSW എന്ത് പറയുന്നു എന്നാൽ ഇത് $1 ബില്യൺ ആക്ച്വലി നോക്കിയാൽ 9,800 കോടി ഇട്ട് EV ബാറ്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. ചൈനീസ് ബാറ്ററിൻ്റെ ഡിപ്പെൻഡൻസിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടും തനിയായിട്ട് ചെയ്യുന്നത്. ഇന്ന് ചെയ്യുന്നില്ല. മണപ്പുറം ഫൈനാൻസിൽ 4 സീനിയർ ആൾക്കാരെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഒരാൾ ഹൗസിംഗ് ഫൈനാൻസ്, ഒരാൾ ടെക്നോളജി, ആൾ ടാക്സ്ഫ്ലേഷൻ, ഒരാൾ FPPA. ഇവരെല്ലാവരും വന്ന് മണപ്പുറത്തിൽ ചേർന്നിരിക്കുന്നു. ഇതിന് ശേഷം മുത്തൂറ്റ് മൈക്രോഫിൻ എന്ത് പറയുന്നു എന്നാൽ ഡൈവേഴ്സിഫൈ ചെയ്ത് അൺസെക്യൂർഡ് ലോൺസിന് വെളിയിൽ പോയി കുറച്ച് ഗോൾഡ് ക്വാളിറ്റിയും കൊടുക്കാമെന്ന് അവർ വിചാരിക്കുന്നു. ലിയാൻ ജുവലേഴ്സ് വന്ന് ഇന്ന് ഈവനിങ് Q4 റിസൾട്ട്സും ഡിവിഡൻഡും കൊടുക്കുന്നു. ഇറ്റനിൽ വന്നിരിക്കുന്നു. പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് സർജായി. വലിയ എമൗണ്ടിന് ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നു. നമ്മൾ വാങ്ങി വച്ചിരിക്കാം. ഡോക്ടർ റെഡ്ഡിയും നെസ്ലെയും DP ഡ്രഗ്സ് സെലിവിറ്റ എന്ന LP+ ഡ്രഗിന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ന്യൂട്രീഷൻ പ്രോഡക്റ്റാണ്. മസിലിനെയും മെറ്റബോളിക് ഹെൽത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. മിഷൻ ഷെയറിങ് GLP-1 യൂസ് ചെയ്യുവാണെങ്കിൽ ഇതിന് സപ്ലിമെൻ്റായിട്ട് ഇതിനെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഡാരൻ ഫാർമ വന്നിട്ട് ജെനറിക് എമിഗ്ലൂട്ടേഡ് മാർക്കറ്റിൽ 38% പിടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ബജാജ് ആട്ടോ എന്ത് പറയുന്നു എന്നാൽ പുതിയ പൾസർ വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നു. V സെക്ഷന്.
അതുമല്ലാതെ പ്രസന്റ് പ്രീമിയത്തിൽ കുറച്ച് ഷെയറും വാങ്ങാൻ പോകുന്നു. കരൂർ വ്യവസായ ബാങ്ക് 41% പ്രോഫിറ്റ് കയറിയിരിക്കുന്നു. ഒരു 2 രൂപ 60% വരയ്ക്കും ഡിവിഡൻഡ് കൊടുക്കണതായിട്ടിരിക്കുന്നു. അതിനുശേഷം കോട്ടക് ബാങ്ക് അവിടെ ANC കമ്പനി മറ്റു കമ്പനി മൂലം 2.95% ഓഫ് EU ഫൈനാൻസ് ബാങ്കിനെ വാങ്ങാൻ പോകുന്നു. ഇത് ഓൾറെഡി കോസ്റ്റ്ലി ബാങ്കാണ്. ഈ റേറ്റ് കൊടുത്ത് വാങ്ങുവാണെങ്കിൽ ഒന്നും കിട്ടൂല. അവരുടെ വിലവാശി മാത്രം കയറിയിരിക്കുന്നു. ഇത് കാരണം പ്രോഫിറ്റ്സിനെ 16% കയറ്റിയിരിക്കുന്നു. ഇത് വന്നിട്ട് FMCG ഗ്രോത്ത് ലെഗ് ബൈ ഡിമാൻഡ് ആൻഡ് ക്വിക്ക് കോമേഴ്സ് കാരണം തിരികെ കയറിയിരിക്കുന്നു. അതാണ് ഇത് കാരണം ക്വിക്കായിട്ട് പ്രോഫിറ്റ് ചെയ്യാൻ പറ്റൂല. ബ്രിട്ടാനിയ Q4 പ്രോഫിറ്റ് 21% ഗ്രോ ആയിരിക്കുന്നു. ഇത് പ്രീമിയറൈസേഷൻ കാരണം ചെയ്ത കാരണം ഇൻഫ്ലേഷൻ കാരണവും മാർക്കറ്റ് അതിൽ നിന്ന് നെഗറ്റീവായി നോക്കി അടിച്ച് താഴെ ഇറക്കിയിരിക്കുന്നു. OTC വന്നിട്ട് സ്കില്ലിംഗ് പ്രോഗ്രാംസിനെ ഇമ്പ്രൂവ് ചെയ്യുന്നു, സ്പെഷ്യലി ഡിഫറെൻ്റ്ലി ഏബിൾ പീപ്പിളിന്. ന്യൂവൽ ടാറ്റ പറഞ്ഞിരിക്കുന്നു IPOs ഒന്നും ചെയ്യാൻ പറ്റൂല ടാറ്റാസ് ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ സം ട്രസ്റ്റീസൊക്കെ IPO ചെയ്യാമെന്ന് പറയുന്നു, ചില ആൾക്കാർ ചെയ്യാൻ പറ്റൂലെന്ന് പറയുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ആൾ വന്ന് ന്യൂവൽ ടാറ്റയാണ്. മെംഫിസസ് വന്നിട്ട് കോഫോർജിനെ ഇട്ടുകൊണ്ട് ഉപയോഗിക്കുന്നു. ഇതെന്ന് വെച്ചാൽ ഹയറിംഗ് ആൻഡ് ഡേറ്റ മിസ്യൂസ് കേസ് എടുത്തിരിക്കുന്ന എക്സലർക്ക് സ്റ്റാഫ് ഫേവർ അപ്രോച്ച് ചെയ്തെന്നതാണ് ഗെയിം. ഇതുമല്ലാതെ യൂസ് ചെയ്യരുതെന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്ത് ഇതിനെ എടുത്തിട്ട് ഇപ്പോൾ ബിറ്റടിച്ച് ഇന്നൊരുത്തരടുത്ത് കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഇതില്ല ഏതാണ് സത്യം ഏതാണ് കള്ളമെന്ന് നമ്മളോട് പറയാൻ പറ്റില്ല. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് കാശിന് വെളിയിൽ എടുത്തുകൊണ്ട് പോകുന്നു. ആ പ്രാവശ്യം 12,000 കോടിനെ അടിച്ചാണ് വെളിയിൽ എടുത്തുകൊണ്ട് പോയത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് ടോട്ടലായിട്ട് 500 TSE സ്റ്റാഫ് 284 സ്റ്റോക്കിന് വിറ്റിരിക്കുന്നു. സ്റ്റോക്ക് വിറ്റ് കാശ് എടുത്തുകൊണ്ട് പോകുന്നു. ആൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്ക് വന്ന് വേഷൻ വളരെ കൂടുതലായിരിക്കുന്നു. വലിയ കറക്ഷൻ നടക്കാൻ ചാൻസസ് ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിനെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലാഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം.